ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. ഭയം, ഭക്തി, ബഹുമാനം. ആദ്യ ദിവസം തൊട്ട് തന്നെ, ആദ്യ ഷോ തൊട്ട് തന്നെ പോസിറ്റീവ് വന്ന ഒരു സിനിമയാണ് ഭബ്ബ. രണ്ടാമത്തെ ഷോയ്ക്ക് ശേഷം ഭബ്ബയ്ക്ക് വന്നത് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ തന്നെയാണ്. ദിലീപ് ഏട്ടനെ താഴ്ത്തി പറയുക, ലാലേട്ടനെ പിന്നെ കളിയാക്കലിന്റെ ഇതായിരുന്നു, ഫുൾ കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഭയം, ഭക്തി, ബഹുമാനം ധനഞ്ജയ് ശങ്കറുടെ ആദ്യ സംവിധാനത്തിൽ വന്ന ജനപ്രിയ നായകൻ ദിലീപ് നായകനായെത്തിയ റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഭബ്ബ. ഇതിൽ ഫാഹിം സഫർ, നൂറുൻ ഷെരീഫ് എന്നിവരുടെ കഥയാണ്. റൈറ്റേഴ്സ് അവരാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് എന്ന് പാരെ ലാലേട്ടൻ എത്തുന്നുണ്ട്. അതിൽ കൂടാതെ അവരുടെ കൂടെ അഭിനയിക്കാനായിട്ട് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെല്ലാവരും എത്തുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ദിലീപേട്ടൻ്റെ ആ ഒരു പഴയ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുള്ള കുറച്ച് തമാശകളുണ്ട്, ഡാർക്ക് ഹ്യൂമേഴ്സും ഉണ്ട്, ആൻഡ് മാസും ഉണ്ട്, ആൻഡ് കുറച്ച് എന്താ പറയുക, ഒരു റിവെഞ്ച് ടൈപ്പ് പോലെ ഒരു, അതായത് പുറത്തുള്ളവർക്ക് ഒരു ഡയലോഗ് അടിക്കുന്ന പോലത്തെ ഒരു ഇൻഡയറക്റ്റ് അറ്റാക്കുള്ള ഡയലോഗുകളും സിനിമകളും ഉണ്ട്. ആ ഒരു സിനിമയിലെ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യിക്കാമെന്നുള്ളതുണ്ട്. പിന്നെ ലാലേട്ടൻ വരുന്നു. അശ്വന്ത് കോക്ക്, ലാലേട്ടൻ എന്ത് അപരാധമാണ് കാണിച്ചു വെച്ചെങ്കിൽ, പുഴത്ത അപരാധം. ഇതുപോലത്തെ ഒരു ഗസ്റ്റ് റോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. അശ്വന്ത് കോക്ക് പറയുകയാണ്, ഇതുപോലത്തെ ഒരു ഗസ്റ്റ് റോൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തിനാണ് ലാലേട്ടൻ ഇങ്ങനെ കോമാളിയാകുന്നത്? ഒരാവശ്യമില്ലാതെ എന്തിനാണ് ലാലേട്ടൻ കോമാളി? ഇത്രയും ഒരു അപരാധം, കാറ്റ് അപരാധം ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ലാലേട്ടൻ്റെ ഏറ്റവും വലിയ അപരാധമായിരുന്നു ഇത്. ഇത്രയും വലിയൊരു കാറ്റ് അപരാധം ഞാൻ ഇതുവരെ ഇരുന്ന് കണ്ടില്ല. ലാലേട്ടൻ്റെ ഏറ്റവും വലിയ അപരാധമായിരുന്നു. എന്താണ് ചെയ്തു വച്ചിരിക്കുന്ന വിഗ് വേറെ ഇവിടെ ഡൽഹിയിൽ നിന്നൊരു വിഗ് വാങ്ങിച്ച പോലെയായിരുന്നു. അശ്വന്ത് കോക്ക് പറയുന്നതാണ്. അശ്വന്ത് കോക്ക്, ഈ സെയിം അശ്വന്ത് കോക്ക് ഇതുപോലത്തെ ഒരു പടം ഇറങ്ങിയപ്പോൾ, തലയുടെ പൊടിപൂരം ഗുഡ് ബാഡ് അഗ്ലി GBU ഇറങ്ങിയപ്പം, അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി GBU ഇറങ്ങിയപ്പോൾ തലയുടെ പൊടിപൂരം, അടിപൂരം എന്ന് ഇത് അശ്വന്ത് കോക്ക് പറഞ്ഞതാണ്. എന്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നെന്നറിയോ? തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്താണ് നമ്മൾ കണ്ടത്. അതായത് പ്രത്യേകിച്ച് പടത്തിൽ ഒരു കഥയോ ലോജിക്കോ ബ്രില്യൻസോ ഒന്നുമില്ല. കണ്ട് നിങ്ങൾക്ക് ഒരക്ഷയില്ലാതെ സൂപ്പറായിട്ട് കാണാമെന്നുള്ളൊരു പടമാണ് GBU. അതായത് പുള്ളിയുടെ പഴയ പടങ്ങളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച്, പുള്ളിയുടെ പഴയ പടങ്ങളിലെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത ഒരു കിടിലം പടം. നിങ്ങൾക്ക് ആദിക് രവിചന്ദ്രന്റെ സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും, മാർക്ക് ആന്റണിയൊക്കെ. അപ്പോൾ അതുപോലെ ഒരു കിടിലം പടമാണ് GBU. അപ്പൊ ആ സ്പൂഫ് പടത്തിനെ സെയിം ആൾക്കാർ തന്നെ പറയുകയാണ്, അതേപോലെ ഒരു സ്പൂഫ് പടം ഇറക്കി അതിനെ ഒരു പോസിറ്റീവ് പറഞ്ഞ സെയിം ആൾ തന്നെ പറയാണ്, എന്ത് കാട്ടപരാധമാണിത്, എന്ത് കാട്ടപരാധം. ലാലേട്ടൻ എന്തിനെ കൊണ്ട് തല വെച്ചു കൊടുത്തു? ആ വിഗ് വേറെ വല്ല പൈസ കൊടുത്ത് നല്ല വിഗ് വാങ്ങിച്ചു കൂട്. എന്ത് കാട്ടപരാധമാണ് പറഞ്ഞ് ആദ്യ ദിവസം തന്നെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്ന്. ഒരാൾക്ക് അവരുടേതായ ഒപ്പീനിയൻസ് പറയാം. ഇപ്പം അവർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാം, എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാം. അവർക്ക് ഇഷ്ടമില്ലെന്ന് പറയാം, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഇതുമായിട്ട് സംസാരിക്കുകയല്ലോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം GBU ഗുഡ് ബാഡ് അഗ്ലി ആ സിനിമ ഇതുപോലെ ഒരു സ്പൂഫ് പടം തന്നെയാണ്. അതായത് തലയുടെ പഴയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിലും ലോജിക്കോ ബ്രില്യൻസോ സ്ക്രിപ്റ്റോ ഒന്നുമില്ല. പക്ഷെ തല വരുന്നു, തലയുടെ റോളുകൾ, തലയുടെ റെഫറൻസുകൾ, തലയുടെ പാട്ടുകൾ, പിന്നെ റെട്രോ സോങ്സ്, ഇതൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്ത് ഫണ്ണായിട്ടിരുന്ന് കണ്ടുപോകാനുള്ള പടം. പക്ഷെ അത് നിങ്ങൾ OTT കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കാണാനേ കഴിയില്ല. കാരണം അത് തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു വൈബ് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഭബ്ബയും വരുന്നത്. കുറച്ച് സ്പൂഫുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, കുറച്ച് പഴയ പാട്ടുകളും പഴയ റോൾസുകളൊക്കെ റെഫറൻസ് ആയിട്ട്, ഒരു ലോജിക്കും ഇല്ല, ഒരു സ്റ്റോറി ഇല്ല, ഒരു ബ്രില്യൻസും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഒന്ന് ഫൺ ചെയ്തിട്ട് പോവുക. പക്ഷെ അതേ GBUവിനെ പോസിറ്റീവ് പറഞ്ഞ അതേ ആളാണ് എന്താ പറയുക ഭബ്ബയ്ക്ക് നെഗറ്റീവ് പറയുന്നത്.
പ്രത്യേകിച്ച് ലാലേട്ടനെ കഴിവ് ഇറക്കിയാണ്. ലാലേട്ടൻ എന്തിനാണ് ഈ റോള് ചെയ്തത്, ലാലേട്ടൻ എന്തിനാണ് ഇതിന് തല വെച്ചു കൊടുത്തത്, ലാലേട്ടന് വേറെ ജോലിയൊന്നുമില്ല, ലാലേട്ടന് ചുമ്മാ ഇരുന്നൂടെ, ലാലേട്ടന് ഭ്രാന്താണോ, ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട്. പക്ഷെ ഓണസ്റ്റായിട്ട് എനിക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ഇൻട്രോ ആയിക്കോട്ടെ, ലാലേട്ടൻ്റെ ആ ഡയലോഗായിട്ട് ഇപ്പോൾ നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ ലാലേട്ടൻ്റെ പഴയ സാധനങ്ങളെല്ലാം അതിലുണ്ട്. ആ മുണ്ട് പറിക്കുന്നത്, മീശ വിരിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, പഴയ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്നും മലയാളികൾക്ക് മടുത്തിട്ടില്ല. അത് ഇപ്പോഴും ക്രിഞ്ചാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പോഴും അത് ആവേശത്തോടെയാണ് എല്ലാവരും കാണുന്നത്. കാരണം അത്രയും സൂപ്പറായിട്ട് ലാലേട്ടൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കുറച്ച് സർക്കാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ റോള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ദിലീപിൻ്റെ റോളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പടത്തിൽ ആ ഒരു ബബ്ബയുടെ ഇന്റർവെല്ലിൽ തന്നെ വീണ്ടും തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവെല്ലാണ്. അതായത് ആ ഒരു DJ കാര്യങ്ങൾ. ആ സമയം എങ്ങനെ DJ വന്നു, അതാണ് ലോജിക്കൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം, കണ്ട് ആ ഒരു 10-15 മിനിറ്റ് ആ ഇന്റർവെല്ലിൽ റോക്കറ്റൊക്കെ ഇങ്ങനെ പറക്കുന്നതും അവിടെ നിന്ന് സൗണ്ടുകളും സോന അമ്പാടി അങ്ങനെ പാട്ടുകളും കാര്യങ്ങളും പിന്നെ ഇടയിൽ ദളപതി വിജയുടെ റെഫറൻസുകളും പാട്ടുകളും ഗില്ലി യൂണിവേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് അത് വന്നിട്ടുണ്ട്. ചുമ്മാ ഒരു റെഫറൻസും ഇല്ല, അതായത് ഒരു ലോജിക്കോ ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ലാതെ ഒരു ബ്രില്യൻസും ഇല്ലാതെ ചുമ്മാ ഒരു പടം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്ത പൈസക്ക് എനിക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റും. അശ്വത് കോക്ക് എന്ത് അപരാധമാണ് ലാലേട്ട കാണിച്ചു വെച്ചത്. ഓ മിശപ്പറി, ഓ മുണ്ട് പറി, ഓ എന്താണ് ലാലേട്ട കാണിച്ചു വെച്ചേക്കുന്നത്. കോമാളിത്തരമല്ലേ ലാലേട്ട എന്നൊക്കെ പറയാൻ എനിക്ക് ഒരു രീതിയിൽ അത് കോമാളിത്തരായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഇതുപോലെ തന്നെ എന്റർടൈൻമെന്റ് കഴിയുന്ന അവരും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെനിക്കാണ് ഇത് എന്റർടൈൻമെന്റ് കഴിയുന്ന രണ്ടുപേരിന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് കാണാം. രണ്ടുപേരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അവരും വന്നിട്ട് ഇതുപോലെ ലാലേട്ടനെ നെഗറ്റീവാണ്, അല്ലെ ഇങ്ങനെ എന്തിനാണ് ചെയ്തതെന്ന് ശരിയായില്ല എന്നൊക്കെ കുറേ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ദിലീപിന്റെ സിനിമ, അതായത് സിനിമ പ്രൊഫഷണലും പേഴ്സണലും മാറ്റി വയ്ക്കുക. ഇനി സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം, അതായത് അശ്വന്ത് കോക്ക് ബ്രോമാൻസിന് പറഞ്ഞതാണ്. മാത്യു തോമസിന്റെ ആ ഒരു സെക്കൻഡ് വിട്ട് ഇങ്ങനെ പോയ കടലിലേക്ക് വീഴും. ഒരു സെക്കൻഡ് ഇങ്ങനെ വിട്ടുപോയ കടലിലേക്ക് വീഴും. ആ ഒരു റോൾ തന്നെ. പക്ഷെ എന്ത് നൈസായിട്ടാണ് മാത്യു തോമസ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനും അശ്വന്ത് കോക്കിന്റെ റിവ്യൂസൊക്കെ കാണാറുണ്ട്, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്, ആൻഡ് പുള്ളിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പുള്ളി ഒരു നല്ലൊരു എന്റർടൈൻ ചെയ്യുന്ന ഒരു റിവ്യൂവർ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യം എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂലല്ലോ. ചിലപ്പോൾ നമുക്ക് ഒപ്പീനിയന് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒപ്പീനിയന് കൂടെ യോജിപ്പുണ്ടായിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഒപ്പീനിയന് വ്യത്യാസമുണ്ട്, യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ലാലേട്ടൻ കട്ടപരാധം, ലാലേട്ടൻ കട്ടപരാധം. പിന്നെ പുള്ളി അറിയാലോ, പുള്ളി കുറെ എന്റർടൈൻമെന്റ്, പുള്ളി ആ സിനിമ ഇപ്പം ഒരു സിനിമ നായകന്റെ വേഷത്തിലായിരിക്കും വരുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാ പടത്തിലും പുള്ളി അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ തന്നെ ബിഗ് വെച്ചിട്ടാണ് ഇതില് ബബ്ബയുടെ റിവ്യൂല് വന്നത്. മാമാങ്ക ഒന്ന് കളങ്കാവിന്റെ റിവ്യൂല് മുടിയൊക്കെ അങ്ങനെ മമ്മൂക്കയെ പോലെയാണ് വന്നത്. പിന്നെ അഖാണ്ടയില് മീശയൊക്കെ താടിയൊക്കെ വെച്ച് അങ്ങനെയാണ് വന്നത്. അങ്ങനെ പുള്ളി ആ ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ ചെയ്ത് ഒരു റിവ്യൂ, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലേക്ക് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ. അപ്പോൾ എന്നിരുന്നാലും പറയുന്ന എല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനും പിടിക്കാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ലാലേട്ട വന്നത് തൊട്ട് കേട്ടവരേതം കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ്, ഒരു ലോജിക്കുമില്ല. ഹമ്മേ കാട്ടവരാതും അശ്വത് നമുക്ക് പറഞ്ഞു ഇവിടെയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അപ്പം കുറച്ചു പേരൊക്കെ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് ഈ മമ്മൂക്ക ഫാൻസിന്റെ കുറച്ച് പേരൊക്കെ ഉണ്ട്. കാരണം ഈ പടം എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, അല്ലെങ്കിൽ ലാലേട്ടിനെ എങ്ങനെയെങ്കിലും കുറവ് പറയിപ്പിക്കണം. കാരണം അത് ഞാൻ കുറെ പോസ്റ്റുകളും കാര്യങ്ങളും കൊണ്ട് പടം കാണാത്തവർ തന്നെ പടത്തിന് വേണ്ടിയിട്ട് റിവ്യൂ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പടത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവര്. എന്നിട്ട് പടം കണ്ടോന്ന് ചോദിച്ചാൽ പടം കണ്ടുമില്ല. അപ്പം അതായത് കാണാം, ഇനിയിപ്പോൾ കളങ്കാവലിൽ മമ്മൂട്ടി ഒരു നല്ലൊരു പോസിറ്റീവ് റിവ്യൂ ആയിട്ട് നിൽക്കുകയില്ലേ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു എങ്ങനെയും നെഗറ്റീവ് അടിച്ചാലേ ശരിയാവും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കട്ട നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. അത്
പക്ഷെ ബോക്സ് ഓഫീസിലും കാര്യങ്ങളൊന്നും അയാൾക്കൊന്നും തോന്നുന്നില്ല. നല്ല രീതിക്ക് തന്നെ സിനിമ പോകുന്നുണ്ട്, നല്ല ഷോസുകളും കയറുന്നുണ്ട്, എല്ലാവരും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും പോയി സിനിമയും കാണുന്നുണ്ട്. അപ്പം അശ്വന്ത് കോക്ക്, ഹൈ ഗോയ്സ്, ദിസ് ഈസ് അശ്വന്ത് കോക്ക്. അപ്പോൾ ഒരു കാട്ടപരാധമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാട്ടപരാധം, അശ്വന്ത് കോക്ക് കാട്ടപരാധം ചെയ്തു എന്നാണ് പറയുന്നത്. പുള്ളിയെ ഞാൻ കളിയാക്കുന്നില്ല. പുള്ളിയുടെ എന്താ പറയുക, റിവ്യൂസും കാര്യങ്ങളും നല്ല എൻ്റർടൈൻ ചെയ്ത് കാണുന്നതാണ്. പുള്ളി നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അപ്പം ദിസ് ഈസ് കോൾഡ് അശ്വന്ത് കോക്ക്. കാട്ടപരാധം അറ്റ് സ്പീക്ക്. അശ്വന്ത് കോക്ക് പറയുന്നുണ്ട് കാട്ടപരാധം അറ്റ് സ്പീക്ക്. ഓ എന്ത് ലാലേട്ട ഒരു മുണ്ട് പറയുന്നു, മീശ പിരിക്കുന്നു, ലാലേട്ട എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ എന്തൊക്കെ പറയുന്നത്. അത് നല്ല കോമഡി ആയിട്ടൊക്കെ ഉണ്ട്. ആൻഡ് സത്യത്തിൽ ബബ്ബ എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി ഇഷ്ടപ്പെട്ടു. നിങ്ങളും പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. അപ്പോൾ ബൈ ഗൈസ്.